തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം അവസാന ലാപ്പിലേക്ക്. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയുടെ കന്യാകുമാരിയിൽ നടക്കുകയാണ്. ഷഫീദ് റാവുത്തറാണ് കന്യാകുമാരിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഫീദെ, പല വിവാദങ്ങൾ, പല പ്രതിസന്ധികൾ, അതിനൊക്കെ ശേഷം TVK വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടെ പ്രചാരണത്തിൽ സജീവമാവുകയാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? ക്രിസ്tina, പല വിവാദങ്ങളുണ്ട്. മാത്രവുമല്ല, ഈ കന്യാകുമാരി അടക്കമുള്ള മണ്ഡലങ്ങൾ 6 നിയമസഭാ മണ്ഡലങ്ങളുടെ നിയമസഭാ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ്, തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് വിജയ് ഇവിടേക്ക് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് കുളച്ചലും വിളവൻകോടും അതേപോലെ തന്നെ നാഗർകോവിൽ അടക്കമുള്ള മണ്ഡലങ്ങളിൽ അവിടേക്കുള്ള ആളുകളെ കാണാനാണ് വിജയ് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, കന്യാകുമാരിയിൽ ഏതാണ്ട് മഹാനാഥപുരം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് കന്യാകുമാരി ബീച്ച് വരെയുള്ള 3 കിലോമീറ്റർ ദൂരമായിരിക്കും വിജയ് ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് റോഡ് ഷോ നടത്തുക. ഒരു പൊതുയോഗമടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ഈ അഗസ്തീശ്വരം വിവേകാനന്ദ ആർട്സ് കോളേജ് മൈതാനത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന പൊതുസമ്മേളനം അവസാന നിമിഷം ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് പിന്നാലെയാണ് റോഡ് ഷോ എന്നുള്ള കാര്യത്തിലേക്ക് ഒതുങ്ങിയത്. ഇതിനോടകം തന്നെ ഈ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. റോഡ് ഷോയിൽ വൻ ജനപങ്കാളിത്തം ആണ് ഇപ്പോൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല, അങ്ങോട്ടേക്ക് റോഡ് ഷോ നടക്കുന്ന മറ്റു സ്ഥലങ്ങളിലേക്കും കാര്യമായിട്ടുള്ള ജനത്തിരക്ക് അല്ലെങ്കിൽ ആളുകളുടെ ഒരു തിരക്കുണ്ടാകും എന്നുള്ള കാര്യം പറയുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കന്യാകുമാരി, കുളച്ചൽ, നാഗർകോവിൽ, പത്മനാഭപുരം, വിളവങ്കോട്, കിള്ളിയൂർ എന്നീ പറയുന്ന 6 നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രചരണാർത്ഥം. അതിൽ നിലവിലിപ്പോൾ കന്യാകുമാരി AIDMK ആണ്, കുളച്ചലിൽ കോൺഗ്രസ് ആണ്, നാഗർകോവിലിൽ BJP MLA ആണുള്ളത്, പത്മനാഭപുരത്ത് DMKയും, വിളവങ്കോട് കോൺഗ്രസും, കിള്ളിയൂരിൽ കോൺഗ്രസുമാണ്. എന്നാൽ ഈ TVKയുടെ ആഭ്യന്തര സർവേ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ കേരളവുമായി അല്ലെങ്കിൽ തിരുവനന്തപുരവുമായി അതിർത്തി പങ്കിടുന്ന ചില സ്ഥലങ്ങളിൽ വലിയ പ്രതീക്ഷ TVK വെക്കുന്നുണ്ട്. മാത്രമല്ല, വലിയ വോട്ട് ഷെയർ വർധന അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ഒരു റോഡ് ഷോ ഇവിടേക്ക് വെക്കാൻ TVK തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഈ TVK റോഡ് ഷോകളിലും പൊതുസമ്മേളനത്തിലും ഒക്കെ കണ്ടിട്ടുള്ള ചില അപകടങ്ങളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാര്യമായിട്ടുള്ള സുരക്ഷ അത് കന്യാകുമാരിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, നമുക്കറിയാം ഈ തമിഴക രാഷ്ട്രീയം ഈ താരങ്ങൾക്ക് വലിയ വളക്കൂറുള്ള മണ്ണാണ്. MGRും ജയലളിതയും തുടങ്ങി വിജയകാന്തും കുഷ്ബുവും കമൽഹാസനും വരെ ഈ തമിഴ് രാഷ്ട്രീയത്തിൽ, തമിഴ് അരസിയലിൽ ശോഭിച്ചവരാണ്. അതുകൊണ്ട് തന്നെ വിജയുടെ ഈ സാധ്യത അത് DMK സഖ്യത്തെ അടക്കം വലിയ തരത്തിൽ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിൽ ചലനമുണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെയുള്ള വിലയിരുത്തൽ അത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനോടകം തന്നെ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 12 മുതൽ 13% വോട്ടുകൾ നേടാൻ TVKക്ക് കഴിഞ്ഞേക്കുമെന്നാണ് ഇതിനോടകം പുറത്തുവന്ന പല സർവേകളും വ്യക്തമാക്കുന്ന കാര്യം. മാത്രവുമല്ല, ഈ കേവലം യുവാക്കൾ എന്നുള്ള DMK സഖ്യത്തിന്റെ എതിർവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് കൂടുതൽ ആളുകളിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തൽ അത് ഈ TVK സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രത്യേകതയുണ്ട്. ജനനായകൻ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അല്ല അനിശ്ചിതത്വം, അതിനൊക്കെ അപ്പുറത്തേക്ക് അതിന്റെ ചില പതിപ്പുകൾ പുറത്തേക്ക് വന്ന സാഹചര്യങ്ങളിൽ കന്യാകുമാരിയിൽ ഈ പൊതുയോഗം അല്ലെങ്കിൽ കൂടി റോഡ് ഷോയുടെ തുടക്കം വിജയ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, നിലവിലിപ്പോൾ അദ്ദേഹം കടന്നു വരുന്നത് കാവൽക്കിണർ മേഖലയിൽ കൂടിയാണ്. അവിടെ അടക്കം അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഈ പറയുന്ന ആളുകളെ അഭിസംബോധന ചെയ്യാൻ വിജയ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും 3 മണിയാണ് പരിപാടിയുടെ സമയം പറഞ്ഞത്. 3 മണിക്ക് കൃത്യം തുടങ്ങാൻ കഴിയില്ല. കാരണം കാവൽക്കിണറിൽ നിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. അവിടെയെല്ലാം ഓരോ ജംഗ്ഷനിലും ആളുകൾ വിജയെ കാണാൻ കൂട്ടം കൂടുന്നുണ്ട്. മാത്രമല്ല, അവരൊക്കെ അഭിസംബോധന ചെയ്താണ് താരം ഇങ്ങോട്ടേക്ക് എത്തുന്നതാലും 6 നിയമസഭാ മണ്ഡലങ്ങൾ നിർണായകമാണ്. ഒരുപക്ഷെ ഈ പ്രോപ്പർ തമിഴ് പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് ഈ മറ്റു സംസ്ഥാനങ്ങളിലെ പൊളിറ്റിക്സ് അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴും സ്വാധീനിക്കപ്പെടുന്ന ഏറ്റവും അതിർത്തിയിലെ സ്ഥലങ്ങളാണ്. അവിടെയാണ് വിജയ് ഇന്ന് റോഡ് ഷോ നടത്തുന്നത്. ക്രിസ്tina. ഏതായാലും MGRനും കരുണാനിധിക്കും ജയലളിതയ്ക്കും ഒക്കെ ശേഷം വീണ്ടും തമിഴ് രാഷ്ട്രീയത്തിലും തമിഴ് തെരഞ്ഞെടുപ്പിലും ഒക്കെ താരസാന്നിധ്യം ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കടന്നു വരുന്നത്. ഷഫീദ് റാവുത്തറാണ് കന്യാകുമാരിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.